പിന്നെ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു കാര്യമല്ലേ, ഞാൻ 5-6 പ്രാവശ്യം ഞാൻ ഉംറ ചെയ്തിട്ട് എനിക്ക് ഹജ്ജിന് ഇങ്ങനെ പോകണം എന്നൊരു ആഗ്രഹമാണ്. സാധിക്കുമെങ്കിൽ സത്യം പറഞ്ഞാല് ഞങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഇനി പുറത്ത് പറഞ്ഞാലും കുഴപ്പമില്ല, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ മരണപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള പറഞ്ഞാലും കുഴപ്പമില്ല, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ മരണപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്കുള്ള തീരുമാനങ്ങൾ വരെ കൊടുത്തിട്ടാണ് എനിക്ക് വിസ പാസ്സായിരിക്കുന്നത്. ഞാൻ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ഷിഹാബുമായിട്ട് സംസാരിച്ചു. ഇപ്പോൾ ഷിഹാബുമായിട്ട് സംസാരിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആരോപണങ്ങൾ വീണ്ടും ഷിഹാബിനെതിരെ വരികയാണ്. ഷിഹാബ് പാകിസ്ഥാനിലേക്ക് പെടുന്നനെ പോയി, പിന്നെ അവിടെ നിന്ന് എയർപോർട്ട് വഴി ഇറാനിലേക്ക് പോയി എന്നുള്ള ആരോപണങ്ങൾ, അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ ഒരു പാകിസ്ഥാനി വ്ളോഗറുടെ ഒരു വീഡിയോ, ആ വീഡിയോയിലൂടെ പറയുന്നുണ്ട് 2-3 ദിവസമേ ഷിഹാബ് അവിടെ കാണത്തുള്ളൂ, അത് കഴിഞ്ഞാൽ ഇറാനിലേക്ക് പോകുമെന്നുള്ളതാണ് ആ പാകിസ്ഥാൻ വ്ളോഗർ പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഷിഹാബ് പാകിസ്ഥാനിലൂടെ അങ്ങനെ നടന്നു പോകുന്നില്ല, കേവലം ഒരു 40 കിലോമീറ്റർ മാത്രമേ നടന്നു പോയിട്ടുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നു. അപ്പോ ഞാൻ വിചാരിച്ചു, ഈ ആരോപണങ്ങളിൽ ഊന്നിയ ഒരു വാർത്ത കൊടുക്കേണ്ട നമുക്ക് ഡയറക്റ്റ് ഷിഹാബിനെ ബന്ധപ്പെടാം എന്നുള്ളത്. അങ്ങനെ ഷിഹാബുമായിട്ട് എനിക്ക് ഡയറക്റ്റ് ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ എങ്ങനെയൊക്കെ ആയിട്ട് ഒപ്പിച്ചിട്ട് മൂപ്പരുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ എന്നോട് ഏകദേശം ഒരു 3/4 മണിക്കൂർ സംസാരിച്ചു. ഏകദേശം ഒരു 45 മിനിറ്റ് ഞാനുമായിട്ട് സംസാരിച്ചു, അരമണിക്കൂറിൽ കൂടുതൽ. അപ്പൊ ഈ സംസാരത്തിൽ ഉടനീളം എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. പാകിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നിലവിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ, ആ വിഷയങ്ങളിലൊക്കെ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് പേഴ്സണലി എന്നോട് പറഞ്ഞത് പറയരുത് എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ എന്നോട് പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്കത് പറയാൻ പറ്റില്ല. കാരണം പാകിസ്ഥാനിലേക്ക് പോയോ, പാകിസ്ഥാനിൽ നിന്ന് എന്ത് സംഭവിച്ചു, ഇനി എന്താണ് കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചൊന്നും എന്നോട് പറയണ്ട എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. പക്ഷെ അദ്ദേഹം എന്നോട് വേണമെങ്കിൽ കൊടുത്തോളൂ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം. അത് കേട്ടപ്പോൾ എനിക്ക് ഇത്തിരി സങ്കടമായി പോയി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അത് കേൾപ്പിക്കാമെന്ന് തീരുമാനിച്ചത്. എനിക്ക് ഒരുപാട് നാട്ടിൽ തന്നെ ഇന്റലിജൻസ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ഒരുപാട് വന്നു. അത് മാത്രമല്ല, നമ്മൾ കയറുമ്പോൾ കസ്റ്റംസിലല്ല, ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ 2-2.5 മണിക്കൂർ ഇന്റർവ്യൂ ചെയ്തിരിക്കണം. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഭാവി ജീവിതത്തിനെ കൂടെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ആളുകൾ കളിയാക്കുന്നവരും പറയുന്നവരും അങ്ങനെ പറഞ്ഞോട്ടെ, നമ്മളെ സത്യാവസ്ഥകളൊന്നും പുറത്തു വിടണ്ടെന്നുള്ളത് അങ്ങനെ വെച്ചിട്ടാ. മനസ്സിലായി. ഇതെങ്ങനെ സ്വാഭാവികമായിട്ടും ഒരു ഇന്ത്യയിൽ നിന്നുള്ള ഒരു പൗരന് പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ, അതും ഇങ്ങനെ ഒരു ട്രാൻസിറ്റ് വിസയുമായി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പല രീതിയിലുള്ള വിഷയങ്ങളുണ്ടാവും. അതാണ് ടൂറിസ്റ്റ് വിസയിൽ 1-ൽ കൂടുതൽ ആളുകൾ, അതായത് 3 എന്നൊക്കെ പറഞ്ഞ ആളുകൾ എന്നും പാകിസ്ഥാൻ കടക്കാറുണ്ട് എന്ന് അവർ പറഞ്ഞു. മനസ്സിലായി. പാകിസ്ഥാനിൽ കുടുംബങ്ങളും ബ്ലഡ് റിലേഷനൊക്കെ ഉള്ള ആളുകളാണ്. ഇന്നെപ്പോലത്തെ ഒരു റിലേഷനും ഇല്ലാത്ത ഒരാള് ഇങ്ങനെ ഒരു ഭാഗ്യത്തിന് പഠിച്ചോണ്ട് അനുഗ്രഹം കൊണ്ട് കിട്ടിയത്, അല്ലെങ്കിൽ കിട്ടൂല സത്യം പറഞ്ഞ. കാരണം ഞാൻ ട്രാൻസിറ്റ് ആണ് എനിക്ക് വേണ്ടത്, ടൂറിസ്റ്റ് അല്ല എന്ന് പറഞ്ഞപ്പോ തന്നെ അവരെന്നോട് പറഞ്ഞത് ഇത് നടക്കുന്ന കാര്യമല്ല, നിങ്ങൾക്ക് അവിടെ പോയി വരില്ല, അത് നടക്കൂല. അപ്പോഴും ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു കാര്യമല്ലേ, ഞാൻ 5-6 പ്രാവശ്യം ഞാൻ ഉംറ ചെയ്തിട്ട് എനിക്ക് ഹജ്ജിന് ഇങ്ങനെ പോകണം എന്നൊരു ആഗ്രഹമാണ്. സാധിക്കുമെങ്കിൽ സത്യം പറഞ്ഞാല് ഞങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഇനി പുറത്ത് പറഞ്ഞാലും കുഴപ്പമില്ല, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ മരണപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള പറഞ്ഞാലും കുഴപ്പമില്ല, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ മരണപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്കുള്ള തീരുമാനങ്ങൾ വരെ കൊടുത്തിട്ടാണ് എനിക്ക് വിസ പാസ്സായിരിക്കുന്നത്. എനിക്ക് ആ കാര്യം ഷിഹാബ് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം തോന്നിപ്പോയി. കാരണം ഇതല്ലാതെ അദ്ദേഹം സംസാരിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നിലവിൽ നടക്കുന്ന വിവാദങ്ങളും മറ്റുള്ള വിഷയങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹം എനിക്ക് നൽകിയിട്ടുള്ള മറുപടി, അതിലെനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അത് ഞാനിപ്പോൾ പറയണില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ അടിവരായിട്ട് പറയാം, ഷിഹാബ് നല്ലവണ്ണം കഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്ങനെയെങ്കിലും പാകിസ്ഥാനിലേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ ഷിഹാബ് പറഞ്ഞതായിട്ട് എനിക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചു, പാകിസ്ഥാനിൽ ഒരു 2 റക്അത്ത് നിസ്കരിക്കണം എന്നുള്ള ഒരു കാര്യം. അപ്പൊ ഞാൻ ഷിഹാബിനോട് ചോദിച്ചു, ഈ 2 റക്അത്ത് നിസ്കരിക്കാൻ മാത്രം പാകിസ്ഥാൻ അത്ര പവിത്രമായ മണ്ണായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അങ്ങനെയല്ല,
മറിച്ച് ഞാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു പാകിസ്ഥാനിലൂടെ പോകണം എന്നുള്ളത്. പലരും എന്നെ വിമർശിച്ചു, പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വാശിയായി. സ്വാഭാവികമായിട്ടും എനിക്ക് എങ്ങനെയെങ്കിലും പാകിസ്ഥാൻ വഴി തന്നെ പോകണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായത് കൊണ്ട് തന്നെ അവിടെ നിസ്കരിച്ചിട്ട് തന്നെ പോകണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത് എന്നുള്ളതാണ് അദ്ദേഹം അതിനോട് പ്രതികരിച്ചത്. എന്തായാലും നിലവിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മറുപടി നൽകാം നൽകാതിരിക്കാം എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. എങ്ങനെ നടന്നു പോകണോ, ഫ്ലൈറ്റ് വഴി പോകണം എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ കാര്യമാണ്. പക്ഷേ നടന്നു തന്നെ പോകും എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അതിന്റെ വ്യക്തതകളും കാര്യങ്ങളും ഒന്ന് അന്വേഷിക്കണമെന്ന് എനിക്ക് തോന്നി. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും ഒക്കെ അദ്ദേഹം എല്ലാവരെയും അറിയിക്കുമായിരുന്നു. പക്ഷേ പാകിസ്ഥാനിലേക്ക് അദ്ദേഹം എൻ്റർ ആയതിനു ശേഷമുള്ള കാര്യങ്ങൾ, അതിനുശേഷമുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം ഇൻസ്റ്റ വഴിയോ ഫേസ്ബുക്ക് വഴിയോ എവിടെയും അറിയിക്കാത്തത് കൊണ്ട്, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു അപ്ഡേഷൻ വരാത്തത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്. അത് മാത്രമല്ല അദ്ദേഹത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പാകിസ്ഥാനിലേക്ക് എത്തിയപ്പോൾ അത് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു തന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ ഷിഹാബിനോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വിമർശകർ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കാരണം വിമർശകരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും. അതിനോട് നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമോ അതനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ, റിസൾട്ടുകൾ, മറുപടികൾ വിമർശകരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തായാലും ഷിഹാബ് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് അത് അദ്ദേഹം തന്നെ പറയും. അതിനു വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. അദ്ദേഹം എന്താണോ പറയുന്നത് ആ പറയുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അപ്ഡേഷൻ വരട്ടെ. അതിനു മുൻപ് നമ്മൾ കയറിയിട്ട് വെടിവെക്കേണ്ട എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം എന്നോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ, ഓരോ കാര്യങ്ങളും പറയുന്നതിലുള്ള തടസ്സങ്ങൾ നിലവിലുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം അത് പറയുന്നില്ല എന്ന് മാത്രം. പക്ഷെ എന്നോട് അദ്ദേഹം സത്യം പറയിപ്പിച്ചിട്ട് പറഞ്ഞതാണ്. അതായത് നിങ്ങൾ ആരോടും പറയേണ്ട, നിങ്ങളോടുള്ള ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, ഖദറിനോടുള്ള ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതെനിക്ക് പറയാനും പറ്റില്ല. കാരണം റെക്കോർഡ്സ് എൻ്റെ ഫോണിലുണ്ട്. പക്ഷെ അത് കേൾപ്പിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അദ്ദേഹം പറയണ്ട എന്ന് പറഞ്ഞ കാര്യമാണ്. എന്തായാലും അദ്ദേഹം തന്നെ വരും ദിവസങ്ങളിൽ നിങ്ങളോട് അതിൻ്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പങ്കുവെക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയതിനു ശേഷം അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആദ്യമായിട്ട് ബന്ധപ്പെട്ടത് ഞാനുമായിട്ടാണ് എന്നാണ് എനിക്കറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ ഈ യാത്ര ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ. അദ്ദേഹത്തിന്റെ ഉദ്ദേശം നന്മയുള്ള ഉദ്ദേശമായിരിക്കട്ടെ. ആ ഉദ്ദേശത്തിനനുസരിച്ച് അദ്ദേഹം ഇപ്രാവശ്യം തന്നെ ഹജ്ജിലേക്ക് എത്തട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ നിർത്തുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.